പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണ സാക്ഷിയായി എന്നെ ഉയർത്തിയതിന് ഈശോയുടെ നാമത്തിൽ അമ്മയ്ക്കും ഈശോയ്ക്കും ഒരുപാട് നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ സാക്ഷ്യം തുടങ്ങട്ടെ. എൻ്റെ പേര് ഷീന ജോർജ്. ഇപ്പോൾ എൻ്റെ പേര് ഡോക്ടർ ഷീന ജോർജ്. ഈ ഡോക്ടർ എന്നുള്ള ടൈറ്റിൽ അമ്മ തന്ന സമ്മാനമാണ്. ഞാനിതിന് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. ഈ നന്ദി പറയാൻ വേണ്ടിയിട്ട്, ഈ സാക്ഷി അർപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ അൾത്താരയിൽ എനിക്ക് ഇവിടെ നിൽക്കാൻ അമ്മ ഭാഗ്യം തന്നത്. ഞാൻ ഉടമ്പടി എടുത്തത് 8/11/2024 ഞാൻ പാലായിൽ നിന്നാണ് വരുന്നത്. അപ്പോൾ ഉടമ്പടി എടുക്കുന്നതെന്ന് പറഞ്ഞാൽ ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കാതെ ഉടമ്പടി എടുത്ത ഒരാളാണ്. അതുകൂടാതെ എൻ്റെ PhD ബന്ധപ്പെട്ട് ഇത് 10ാം വർഷമാണ്. ഈ കഴിഞ്ഞ മാർച്ച് 25 അമ്മയുടെ മംഗളവാർത്തയുടെ ദിവസമായിരുന്നു എൻ്റെ ഓപ്പൺ ഡിഫൻസ്. അന്നാണ് എനിക്ക് ഡോക്ടറേറ്റ് അമ്മ അവാർഡ് ചെയ്ത് തന്നത്. അപ്പം അങ്ങനെ ഈ PhD ഞാൻ എടുത്തിരിക്കുന്ന കൊമേഴ്സിലാണ്. ടോപ്പിക്ക് ഇൻഫ്ലുവൻസ് ഓഫ് റീറ്റെയിൽ തെറാപ്പി ഓൺ കൺസ്യൂമേഴ്സ് മൂഡ് വേരിയേഷൻസ് എ കേരള പെർസ്പെക്റ്റീവ്. കേരള പെർസ്പെക്റ്റീവ് സ്റ്റഡിയാണ്, പക്ഷേ ഇന്ത്യൻ പെർസ്പെക്റ്റീവിലെ ആദ്യത്തെ സ്റ്റഡിയാണ് ഇത്. അങ്ങനെ ഈ 5 വർഷമാണ് സാധാരണ ഒരു ടേമായിട്ട് വരുന്നത്. ആ ടേമിൽ ഞാൻ തീസിസ് ഒരു ഡ്രാഫ്റ്റ് കംപ്ലീറ്റ് ചെയ്തു. പക്ഷേ എൻ്റെ ഗൈഡ് ഒട്ടും സഹകരിച്ചിരുന്നില്ല. ഞാൻ യൂണിവേഴ്സിറ്റിയുടെ പേര് പറയാത്തത് അത് ആർക്കും മനസ്സിലാവാതിരിക്കാൻ വേണ്ടിയാണ്. ഗൈഡ് ഹറാസ് ചെയ്യുമായിരുന്നു, അതിൻ്റെ റിവ്യൂ ചെയ്ത് തരില്ലായിരുന്നു. അങ്ങനെ ഞാൻ ഒരുപാട് സങ്കടപ്പെട്ടു. അങ്ങനെ പോയൊരു സമയത്ത് 5 വർഷം കഴിഞ്ഞു. വീണ്ടും എൻ്റെ എക്സ്റ്റൻഷൻ മേടിക്കണം. എക്സ്റ്റൻഷന് വേണ്ടി നിരവധി തവണ ആപ്ലിക്കേഷൻസ് സമർപ്പിക്കുമ്പോൾ യൂണിവേഴ്സിറ്റിയിലെ സെക്ഷനിലുള്ള ആളുകൾ ഒരു ഹെഡൊക്കെ അദ്ദേഹവും വളരെ ഹറാസിങ്. അദ്ദേഹവും നമുക്ക് ഇത് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള യാതൊരു തരത്തിലുള്ള സഹായവും ചെയ്തു തരുന്നില്ല. അങ്ങനെ വല്ലാത്തൊരു ബുദ്ധിമുട്ടിലും ഒരു ശരിക്കും പറഞ്ഞാൽ മാനസികമായ സമ്മർദ്ദവും പീഡനവും ഒക്കെ അനുഭവിച്ചുകൊണ്ട് ഞാൻ ഈ 5 വർഷം തുടങ്ങി. വീണ്ടും ഒരു 3 വർഷം എക്സ്റ്റൻഷന് വേണ്ടി ശ്രമിച്ചുകൊണ്ടും ഒക്കെ പോയി. 8ാം വർഷമായപ്പം യൂണിവേഴ്സിറ്റി എൻ്റെ ഫയൽ ക്ലോസ് ചെയ്തിട്ട് പറഞ്ഞു, നിനക്കിനി PhD എടുക്കാനൊന്നും പറ്റത്തില്ല. തന്നെയല്ല, നിൻ്റെ ഗൈഡ് പ്രോപ്പറായിട്ട് ഡോക്യുമെൻറ്റ്സ് ഒന്ന് സബ്മിറ്റ് ചെയ്ത് ഞാൻ പലപ്പോഴും ഗൈഡിൻ്റെ അടുത്ത് ചോദിക്കും. അദ്ദേഹം ഇതൊക്കെ പല രീതിയിലും തെറ്റായ രീതിയിലും ഡേറ്റൊക്കെ മാറ്റിയിട്ടൊക്കെ എനിക്കത് തരുന്നത്. ഇതൊന്നും യൂണിവേഴ്സിറ്റി അക്സെപ്റ്റ് ചെയ്യില്ല. പക്ഷേ ഇതിനുള്ളിൽ നാഷണൽ ഇൻ്റർനാഷണൽ പ്രസൻറ്റേഷൻസും പബ്ലിക്കേഷൻസും ഒക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ യൂണിവേഴ്സിറ്റി ഇതൊന്നും അക്സെപ്റ്റ് ചെയ്യില്ല. അവരെന്നോട് 8ാം വർഷം പറഞ്ഞു, നീ തിരിച്ചു പൊക്കോ, ഇനി ഇവിടെ നിൽക്കുകയും വേണ്ട, ഇനി ഇങ്ങോട്ട് വരികയും വേണ്ട, പൊക്കോളാൻ പറഞ്ഞു. അങ്ങനെ അന്ന് ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഒരു കഥ കഴിഞ്ഞു. ഞാൻ കരഞ്ഞുകൊണ്ട് ആ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പുറത്തിറങ്ങി അവിടെ നിൽക്കുവാണ്. അപ്പം തിരിച്ച് വീട്ടിൽ ചെന്ന് നവംബർ 24 ഒരു 5ാം തീയതി ആയപ്പോഴേക്കും എനിക്ക് ഉറക്കമില്ല. മാനസികമായി ഒരു ഡിപ്രഷൻ പോലെ തന്നെയാണ്. ഞാൻ ആകെ വിഷമത്തിലാണ്. എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. ഒരു നോർമൽ അല്ലാത്ത ഫീൽ എനിക്ക് വരുക. അപ്പോൾ രാവിലെ 5 മണിക്ക് ഞാനൊരു സ്വരം കേട്ടു, ഷീന, ഞാൻ കൃപാസനത്തിൽ പോവാണ് കേട്ടോ എന്നാണ് കേട്ടത്. അങ്ങനെ 2 തവണ കേട്ടപ്പോൾ പെട്ടെന്ന് ഉറക്കമല്ല, ഒരു കിടക്കുമ്പോഴാണ്. അപ്പോൾ ചാടി എണീറ്റ് ഞാൻ എല്ലായിടത്തും നോക്കി. പിന്നെ വിചാരിച്ചു, അപ്പോൾ എനിക്ക് തോന്നി എൻ്റെ കൂടെ 10th പഠിച്ച എൻ്റെ ഒരു സുഹൃത്തിൻ്റെ സ്വരവാ. എന്നാൽ പിന്നെ അവൾ വാട്സാപ്പിലോ എനിക്ക് മെസ്സേജ് അയച്ചിരുന്നു, എന്താണെന്ന് ഓർത്തുന്നു. അപ്പോൾ ഒന്നും കാണുന്നില്ല. പിറ്റേ ദിവസം ഒരു ദിവസം ശനിയാഴ്ച ദിവസം അങ്ങനെ പോയി. ഞായറാഴ്ച ദിവസം ഞാൻ അവളെ വിളിച്ചിട്ട് ചോദിച്ചു, എനിക്ക് സത്യം പറഞ്ഞ ഞാൻ അമ്മയുടെ കാല് വീണ് ഞാൻ മാപ്പ് ചോദിക്കുകയാണ്. കൃപാസനത്തെക്കുറിച്ച് ഞാൻ അത്ര നന്നായി ചിന്തിച്ചിരുന്നില്ല. ഒരു ലോജിക്കൽ തിങ്കിങ്ങിൻ്റെ അങ്ങേ അറ്റത്തായിരുന്നു എൻ്റെ എല്ലാ ചിന്തകളും പോയിക്കൊണ്ടിരുന്നത്. എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അല്ലെങ്കിൽ ഞാനതിനെ ക്രിട്ടിസൈസ് ചെയ്യാനൊക്കെ ശ്രമിച്ചിട്ടുള്ള അത്രയും തെറ്റ് ചെയ്തിട്ടുണ്ട് ഞാൻ. അങ്ങനെ ആ സ്വരം കേട്ട് പിറ്റേ ദിവസം സൺഡേയിൽ ഞാൻ അവളെ വിളിച്ചപ്പോൾ അവൾ പറഞ്ഞു, ഞാൻ പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അവൾ പറഞ്ഞു, നിനക്ക് പോവാൻ സമയമായല്ലോ മോളെ എന്ന് പറഞ്ഞു. എന്നിട്ട് ഞാൻ ഹസ്ബൻഡിനോട് ചോദിച്ചു. ഹസ്ബൻഡ് നല്ലൊരു മനുഷ്യനാണ്. ഹസ്ബൻഡ് പക്ഷേ ആലപ്പുഴയിൽ കൃപാസനത്തിൽ വന്ന് പ്രാർത്ഥിക്കണോ എന്ന് പുള്ളിക്ക് ഒരു കൺഫ്യൂഷനുണ്ട്. അപ്പോൾ ഞാൻ ചോദിച്ചു, എന്നെ ഒന്ന് കൊണ്ടുപോവോ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, ഞാൻ പാലായിൽ നിന്ന് വരുന്നേ, നമുക്ക് പാലായിൽ മാതാവിൻ്റെ നൊവേനയൊക്കെ ഉണ്ടല്ലോ, നിനക്കന്ന് അവിടെ പോയി
പോയി കൂടാൻ മേലെ, എനിക്ക് നല്ല തിരക്കാണ്, നിൻ്റെ കൂടെ ഒന്ന് വരാനും ഇപ്പം പറ്റില്ല എന്ന് പറഞ്ഞു. പക്ഷേ അന്ന് രാത്രി 10:30 ഹസ്ബൻഡ് എന്നോട് വന്നിട്ട് പറഞ്ഞു, നിനക്ക് എപ്പോഴാണ് കൃപാസനത്തിൽ പോകണ്ടേന്ന് ചോദിച്ചു. അങ്ങനെയാണ് വന്ന് ഉടമ്പടി എടുക്കുന്നത്. ആ ഉടമ്പടി എടുക്കാന്ന് പറഞ്ഞാൽ ഉടമ്പടി എന്താണെന്ന് അറിയില്ല. ആ ക്ലാസ് മുഴുവൻ ഞാൻ കേട്ടെ, എനിക്ക് പകുതി മനസ്സിലായി, പക്ഷേ പകുതി കാര്യങ്ങൾ മനസ്സിലായില്ല. ആ സ്പിരിറ്റ് ഒന്നും എനിക്ക് മനസ്സിലാവണില്ല. പക്ഷേ എനിക്കൊരു കാര്യത്തിൽ എന്നെ ആരോ കണ്ണു മൂടി കൊണ്ടുപോയ പോലെയാണ് ഞാൻ വന്ന് ഉടമ്പടി എടുത്തത്. അപ്പം അങ്ങനെ ഉടമ്പടി എടുത്ത ശേഷം ഞാൻ വീട്ടിൽ വരുന്നതോടുകൂടി എനിക്ക് അന്ന് രാത്രിയിൽ ഞാൻ വൈകുന്നേരം പച്ചത്തിരി കത്തിച്ച് വെച്ച് എനിക്ക് ഒരു കാര്യം അങ്ങ് എടുത്തു. അമ്മയോടാണ് ഞാൻ സംസാരിച്ചത്. എനിക്ക് വാക്ക് മാറ്റാൻ ഒരിക്കലും പറ്റില്ല. ഞാൻ ആ പച്ചത്തിരി കത്തിച്ച് വൈകുന്നേരം സന്ധ്യാപ്രാർത്ഥനയോടുകൂടി ഉടമ്പടി എൻ്റെ അങ്ങേയറ്റം ഞാൻ അതിനെപ്പറ്റി അറിയാൻ ശ്രമിച്ചു. വീണ്ടും അത് പാലിച്ച് മുന്നോട്ട് പോകാൻ വേണ്ടി അമ്മയോട് പറഞ്ഞ വാക്കല്ലേ, അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നപ്പം വീണ്ടും ഞാൻ യൂണിവേഴ്സിറ്റി പോവുകയൊക്കെ ചെയ്യുന്നുണ്ട്, ഏതെങ്കിലും തരത്തിൽ കാര്യങ്ങൾ മൂവ് ചെയ്യാൻ വേണ്ടി. അപ്പോഴേക്കാണ് ഫെബ്രുവരി 1st വീക്കിൽ ഞാനൊരു സ്വരം, ജോസഫ് അച്ഛനെ ഞാനൊരു TV സ്ക്രീനിൽ കണ്ടു. അച്ഛൻ പറയുന്നു 25-ാം തീയതിയോടുകൂടി എല്ലാ കാര്യങ്ങളും ശരിയായിക്കൊണ്ടിരിക്കും. അപ്പോൾ 2 പ്രാവശ്യം പറഞ്ഞു. അച്ഛനായിട്ട് ഇങ്ങനെ ഒരു വെള്ളി നിറച്ചൊരു വടി വീശി. അപ്പോഴത്തേക്ക് ഞാനോർത്തു, എന്താ ഫെബ്രുവരി 25 ഉണ്ടല്ലോ, ഫെബ്രുവരി 25 ഒന്നും നടന്നില്ല. മാർച്ച് 25 വീണ്ടും യൂണിവേഴ്സിറ്റി ഓരോ പ്രാവശ്യം പിന്നീട് യൂണിവേഴ്സിറ്റി പോകുമ്പോഴും ഞാൻ ഗൈഡിൻ്റെ അടുത്ത് പോകുമ്പോഴും ആരും കാണാതെ അവരുടെയൊക്കെ ടേബിളിലും, സെക്ഷൻ ഓഫീസറുടെ ടേബിളിലും അതുപോലെ തന്നെ ഗൈഡിൻ്റെ ടേബിളിലും യൂണിവേഴ്സിറ്റിയുടെ വരാന്തയുടെ സൈഡിലും ഒക്കെ ഉപ്പ് വിതറി. ഞാൻ അമ്മേ കൂടെ വരണേ, അമ്മ മുമ്പിൽ പോണേ എന്ന് പറഞ്ഞിട്ട് പോണേ. ഞാൻ അമ്മയുടെ ഉടുപ്പിൻ്റെ തുമ്പ് പിടിച്ചിട്ടാണ് പിന്നെ എപ്പോഴും നടക്കുന്നത്. അങ്ങനെ പിന്നെ മാർച്ച് 1st വീക്ക് ചെല്ലുമ്പം അവിടെ ഒരു മാറ്റവും ഇല്ല. അപ്പം ഞാൻ നോക്കുമ്പോൾ അവിടെ ഒരു ഡെപ്യൂട്ടി രജിസ്ട്രാറുടെ കസേരയിൽ ഒരു ലേഡി ഇരിപ്പുണ്ട്. അവരടുത്ത് ഞാൻ കരഞ്ഞിട്ട് ഞാൻ പറഞ്ഞു, മാഡം എല്ലാം കഴിഞ്ഞു, മാഡത്തിന് എന്നെ ഒന്ന് സഹായിക്കാന്ന് വെച്ചപ്പോൾ അവർ ആരെയൊക്കെയോ വിളിച്ചു, ഓഫീസിൽ നിന്നൊക്കെ വിളിച്ചിട്ട് അവർ പറഞ്ഞു, ഒന്നും നടക്കത്തില്ല, പൊക്കോളാൻ പറഞ്ഞു. പക്ഷേ വീണ്ടും 25-ാം തീയതി, ഞാൻ 25 എന്നുള്ള ഡേറ്റിനെ പറ്റി വലിയ അവെയറായിട്ടൊന്നുമല്ല. എന്നിട്ട് എനിക്ക് ഇരിക്കപ്പുറതിയില്ല. ഞാൻ അമ്മ ഏറ്റെടുത്ത കാര്യമല്ലേ, എന്തായാലും ഞാൻ ഏതൊക്കെയായാലും ഇനി പുറകോട്ട് നിൽക്കത്തില്ല. അമ്മ മുന്നേ പോകും, ഞാൻ പുറകെ പോകും. ഇത്രയേ ഉള്ളൂ, ഇത്ര മാത്രമേ എനിക്ക് അറിയുള്ളൂ. ഞാൻ 25-ാം തീയതി പോവാമെന്നും പറഞ്ഞ് 25-ാം തീയതി ഹസ്ബൻഡും ഞാനും കൂടെ പോണേ, കേരളത്തിന് വെളിയിലാണ്. അപ്പം അങ്ങനെ പോയി ഞങ്ങൾ അവിടെ ചെന്ന് കയറിയപ്പോഴേക്കും ഈ സെക്ഷൻ ഓഫീസർ തല കുനിച്ച്, വലിയ പുലിയാണ് സെക്ഷൻ ഓഫീസർ, അദ്ദേഹം അവിടെ വരുന്നവരെല്ലാം ഓടിക്കും. എന്നോടൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര ദേഷ്യത്തിൽ ഇറക്കി വിടുന്ന ആൾ, ഇനി വരണ്ടെന്ന് പറഞ്ഞ ആൾ തല കുനിച്ചിരിപ്പുണ്ട്. പെട്ടെന്ന് അദ്ദേഹം പറയുകയാണ്, അവിടെ ഒരു ആളെ വിളിച്ചിട്ട് പറഞ്ഞു, ഇവരെ കൊണ്ടുപോയി ഡെപ്യൂട്ടി രജിസ്ട്രാറുടെ അടുത്ത് ഓഫീസിലേക്ക് കൊണ്ടുപോയിക്കോളാൻ പറഞ്ഞു. ഞാൻ അവിടെ ചെല്ലുമ്പോൾ കാണുന്നത് ആ സ്ത്രീ, ആദ്യം കണ്ട ആ ഓഫീസിലെ ഞാൻ ഡെപ്യൂട്ടി രജിസ്ട്രാറെ കാണുന്നുണ്ട്. പക്ഷേ ആ പഴയ രജിസ്ട്രാറല്ല, മുഴുവൻ ഭാവപ്പകർച്ചയാണ്. അവരുടെ ഫേസിൽ മൊത്തം ഭാവപ്പകർച്ചയാണ്. അവർ ബ്ലൂ കളർ സാരി, ഒരു പ്രിൻ്റ് പോലും ഇല്ല, അവർ മുഴുവൻ ബ്ലൂ നിറത്തിലൊരു സാരി എടുത്ത് അവിടെ എന്നോട് ചോദിച്ചു, എന്താ നിനക്ക് വേണ്ടതെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, മാഡം എൻ്റെ കാര്യങ്ങൾ. അപ്പോൾ അവർ ഓക്കെ നീ ഇവിടെ ഇരിക്കുക എന്ന് പറഞ്ഞു. വിളിച്ചിട്ട് എന്താ അത് ചോദിച്ചപ്പോൾ ഞാൻ ബ്രീഫ് ചെയ്ത് പറഞ്ഞപ്പോൾ പെട്ടെന്ന് ആൾക്ക് അറിയാം എന്ന മട്ടിലാണ്, എന്നെ കൂടുതൽ സംസാരിപ്പിച്ചില്ല. പെട്ടെന്ന് തന്നെ അവിടെ സെക്ഷനിൽ നിന്നുള്ള, റിസർച്ച് സെക്ഷനിൽ നിന്നുള്ള സ്റ്റാഫിനെ വിളിപ്പിക്കുന്നു. അവർ ചോദിച്ചു, ഇവൾ എന്ത് കാരണം കൊണ്ടാണ് ഇവളുടെ ഡോക്യുമെൻറ്റ്സ് അക്സെപ്റ്റ് ചെയ്യാതെ, ഇവളെ സബ്മിഷൻ പെർമിറ്റ് ചെയ്യാത്തതെന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു, അവരെന്തൊക്കെയോ മുട്ടാപ്പൊക്കെ പറയുമ്പോൾ എന്നോട് പറഞ്ഞു എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് ഉണ്ട്. അപ്പോൾ എൻ്റെ ഡോക്യുമെൻറ്റ്സ് എല്ലാം ഞാൻ എടുത്ത് കൊടുത്തു. എല്ലാത്തിൻ്റെ അബ്സ്ട്രാക്റ്റും എല്ലാത്തിൻ്റെയും പേപ്പറും ഉണ്ട്, ഒറിജിനലും ഉണ്ട്. അപ്പോഴേക്കും അവരത് മുഴുവൻ വെരിഫൈ ചെയ്തിട്ട് പറഞ്ഞു, ഇതിൽ എന്ത് കുറവുള്ള മുഴുവൻ കൊണ്ടുപോയി ഫയൽ ചെയ്യാൻ പറഞ്ഞു. അതിന് ഓർഡർ ഇട്ടു. അപ്പോൾ അവർ പറഞ്ഞു, അവളുടെ ഗൈഡ് ഭയങ്കര പ്രശ്നമാണ്, ഗൈഡ് സഹായിക്കില്ല എന്ന് പറഞ്ഞു. അപ്പോൾ പെട്ടെന്ന് ഇവർ എണീറ്റ് നിന്ന് ഗൈഡിനെ ഇവളുടെ പേഴ്സണൽ മൊബൈൽ എടുത്തിട്ട് വിളിക്കാൻ തുടങ്ങി. ഇപ്പം ഓഫീസിലുള്ളവർ പറഞ്ഞു, മാഡം നമുക്കങ്ങനെ വിളിക്കാനുള്ള പ്രൊവിഷനൊന്നുമില്ല, യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഗൈഡിനെ വിളിച്ച് ഇൻസ്ട്രക്ട് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അവർ പറഞ്ഞു, ഇതൊന്നും അവർ കേട്ടില്ല, ഞാൻ വിളിക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് ഇവർ ഫോൺ എടുത്ത് വിളിച്ചിട്ട് പറഞ്ഞു, 3 ദിവസം കൊണ്ട് ഇവളുടെ പ്രീ സബ്മിഷൻ വൈവ വോസി നടത്തി കൊടുക്കണം, റിപ്പോർട്ട് ഇവിടെ കിട്ടണമെന്ന് പറഞ്ഞു. അത് വന്നിട്ട് എന്നോട് പിന്നെ ഒന്നും മിണ്ടിയില്ല, കൈ കൊണ്ടൊരു ആക്ഷൻ ഇങ്ങനെ കാണിച്ചിട്ട് പറഞ്ഞു, നീ പിന്നെ ഗൈഡിൻ്റെ അടുത്തേക്ക് പോകാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ ഗൈഡിൻ്റെ അടുത്തേക്ക് ചെല്ലുമ്പോൾ ഗൈഡ് വെപ്രാളപ്പെട്ട ആരും എക്സ്റ്റേണൽ എക്സാമിനറെയൊക്കെ റെഡിയാക്കി അവിടെ വൈവ വോസി പ്രീ സബ്മിഷൻ നടത്താൻ വേണ്ടിയുള്ള തത്രപ്പാട് കാണിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ 4-ാം പൊക്കം വൈവ വോസി നടക്കുന്നു.
അതിനുശേഷം 5ാം പൊക്കം ഞാൻ അതിൻ്റെ റിപ്പോർട്ട്സ് എല്ലാം യൂണിവേഴ്സിറ്റിയിൽ കൊടുക്കാൻ വേണ്ടി ചെല്ലുമ്പോൾ അറിയുന്ന കാഴ്ച, ആ സെക്ഷൻ ഹെഡ് അവിടെ ഇരിപ്പില്ല, അദ്ദേഹം സസ്പെൻഷനിലായി. അത് എനിക്ക് സത്യം പറഞ്ഞാൽ അതൊരു വിശ്വസിക്കണോ എന്ന് വെച്ചാൽ വിശ്വസിക്കണം, പക്ഷേ എനിക്കത് അങ്ങ് പറ്റുന്നില്ല. അത്രയും അമ്മ എന്നോട് അത്രയും വലിയ കാരുണ്യമാണോ കാണിച്ചേ. അടുത്തത് പിന്നെ അതിന് മുമ്പ് ഡിസംബറിൽ ഒരു ഓർഡർ വന്നു, ഗൈഡുമാരെല്ലാവരും സ്കോളേഴ്സിനോട് മാന്യമായി പെരുമാറണം. ഇതൊക്കെ എങ്ങനെ വന്നു, എന്തിനു വന്നു, ആർക്ക് വേണ്ടി വന്നു? എനിക്ക് വേണ്ടി വന്നു എന്ന് മാത്രമേ എനിക്കറിയാം. അങ്ങനെ എൻ്റെ സബ്മിഷൻ്റെ കാര്യങ്ങൾ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ഗൈഡ് അപ്പോഴും കുറച്ച് ദേഷ്യത്തിലാണ്. ഗൈഡ് പറഞ്ഞു, നിൻ്റെ സബ്മിഷൻ നടക്കുമെന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാന്ന് പറഞ്ഞപ്പോഴേക്ക് അങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്ന ഗൈഡ് പിന്നീട് ഞാൻ ഏപ്രിൽ പല കാര്യത്തിന് വീണ്ടും പ്രൊസീഡ് ചെയ്ത് പോയി. പക്ഷേ ഏപ്രിൽ 20th ഞാൻ ഗൈഡിൻ്റെ അടുത്ത് റിസർച്ച് സെൻറ്ററിൽ ചെല്ലുമ്പോൾ കാണുന്ന കാഴ്ച, എൻ്റെ തീസിസ് ഓപ്പൺ ചെയ്ത് വെച്ച്, ഒരു ലാപ്ടോപ്പിൽ ഓപ്പൺ ചെയ്ത് വെച്ച് അവസാനം കുറേയധികം, കാരണം ഇതുവരെ അദ്ദേഹം അത് തുറന്നു പോലും നീറ്റായിട്ട് വായിച്ചു നോക്കാത്ത ആളായിരുന്നു. അദ്ദേഹം അത് ഓപ്പൺ ചെയ്ത് വെച്ചിട്ട് എന്തൊക്കെയോ ഫോർമാറ്റിങ്ങോ കാര്യമൊക്കെ ആരുടെയോ ഒരു ടെക്നിക്കൽ സൈഡ് അറിയാവുന്ന ആളുടെ ഹെൽപ്പോടുകൂടി ചെയ്തുകൊണ്ടിരിക്കുന്ന രംഗമാണ് കാണുന്നത്. അങ്ങനെ അത് 22ാം തീയതി ആയപ്പോഴേക്കും എനിക്ക് ഒരു PDF കോപ്പി അയച്ചിട്ട് എന്നോട് പറയാണ്, പിന്നെ ഇത് പ്ലേജിയറിസം ചെക്ക് ചെയ്ത് നീ എടുത്തോന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അന്ന് തന്നെ ഈവനിങ്ങിൽ ഈ പ്ലേജിയറിസം ചെക്ക് നോക്കുന്ന വളരെ ചെറിയ % ഓഫ് പ്ലേജിയറിസം മാത്രം, അതൊരു അമ്മയുടെ അനുഗ്രഹം മാത്രമാണ്. ഓരോ കാര്യങ്ങളും പിന്നെ അങ്ങനെ മാത്രം ത്തോടുകൂടിയാണ് പിന്നെ എൻ്റെ തീസിസ് ഞാൻ സബ്മിഷന് വേണ്ടി റെഡിയാക്കുന്നത്. അപ്പോൾ അതിൻ്റെ ടൈപ്പ് സെറ്റിങ്ങും ബൈൻഡിങ്ങും ഒക്കെ ചെയ്യണം. അങ്ങനെ വന്നപ്പോൾ പ്രിൻ്റ് ഹൗസിൽ നിന്ന് 23ാം തീയതി പ്രിൻ്റ് ഹൗസിൽ നിന്ന് എൻ്റെ ഗൈഡ് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു പ്രിൻ്റ് ഹൗസിൽ വരാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ പെട്ടെന്ന് ഓടി ചെല്ലുമ്പോൾ കാണുന്ന കാഴ്ച, അവിടെ ചെയ്യാൻ കൊടുത്തിരുന്ന 8 കോപ്പീസ് ഓഫ് തീസിസയിലും സൈൻ ചെയ്തിട്ട് ഗൈഡ് അവിടെ നിൽക്കുവാണ്. ഇത് കണ്ണിന് വിശ്വസിക്കണോ? അമ്മ തരാതെ ഇതെങ്ങനെ നടക്കും? അങ്ങനെ അദ്ദേഹം അവിടെ നിൽക്കുവാണ്. എന്നോട് പറഞ്ഞു, നിൻ്റെ സൈനൊക്കെ ഇട്ടിട്ട് നീ എടുത്തോണ്ട് പോയിക്കോ, എന്നാലും നിൻ്റെ സബ്മിഷൻ നടക്കുമെന്നൊന്നും എനിക്ക് ഉറപ്പില്ല കേട്ടോ എന്ന് പറഞ്ഞു. അങ്ങനെ പിറ്റേ ദിവസം 24ാം തീയതി ഈ തീസിസും ഡോക്യുമെൻസും എല്ലാമായിട്ട് രാവിലെ യൂണിവേഴ്സിറ്റി ചെല്ലുന്നു. അവിടെയും കുറച്ച് ലാഗിങ്ങും തടസ്സങ്ങളൊക്കെ ഉണ്ടായപ്പോഴെല്ലാം ഞാൻ അമ്മയോട് പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. ഒരുപാട് ആളുകൾ എൻ്റെ കൂടെ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. അമ്മയോട് കൃപാസനത്തിൽ വന്ന് മാതാവിനെ അറിയുന്നവരും ഒക്കെ. അതുപോലെ തന്നെ ഞാൻ ആ ഉപ്പ് അവിടെ എല്ലാ തടസ്സങ്ങളും മാറാൻ വേണ്ടി അമ്മയെ വിളിച്ച് അമ്മയെ മുമ്പിൽ നിൽക്കണേ അമ്മേ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ആ ഉപ്പ് വെതറി അവിടെയൊക്കെ പോയി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ വൈകുന്നേരം 5:30 ആയപ്പോൾ എൻ്റെ സബ്മിഷൻ വിജയകരമായി നടന്ന ശേഷം സാധാരണയായി അവിടെ യൂണിവേഴ്സിറ്റി 3 ഇവാലുവേഷൻസ് ഉണ്ട്. അതിലൊന്ന് ഫോറിൻ യൂണിവേഴ്സിറ്റി ഇവാലുവേഷനാണ്. അപ്പോൾ ഇതൊക്കെ എല്ലാവർക്കും ടെൻഷനുണ്ട്. എൻ്റെ ഗൈഡിൻ്റെ ഇതിന് മുമ്പ് ചെയ്തൊക്കെ ഒരു സബ്മിഷനൊക്കെ വന്നതാണ്. അപ്പോൾ എനിക്കും ടെൻഷനുണ്ട്. എന്നിരുന്നാലും അമ്മ കൂടെ ഉള്ളതുകൊണ്ട് എന്തുകൊണ്ടോ എൻ്റെ ടെൻഷൻ വരുന്ന പോലെ കാറ്റത്ത് പറന്നു പോകും. പിന്നെ എനിക്കങ്ങനെ വേറെ വിഷമമൊന്നുമില്ല. പക്ഷേ 1 വർഷത്തിലധികം സമയം സാധാരണ രീതിയിൽ ഇവാലുവേഷൻ കഴിഞ്ഞ് വരാൻ അവിടെ എടുക്കാറുണ്ട്. അങ്ങനെ മാർച്ച് 25 ചെയ്തെങ്കിലും അടുത്ത വരുന്ന ഈ കഴിഞ്ഞ 2026 ഫെബ്രുവരി 1st വീക്കിൽ ഗൈഡ് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, നിൻ്റെ തീസിസ് ഇവാലുവേഷൻസ് മുഴുവനും കഴിഞ്ഞ് വന്നിട്ടുണ്ട്, നമുക്ക് ഫെബ്രുവരി അവസാനം ഓപ്പൺ ഡിഫൻസ് നടത്താം എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് ഭയങ്കര അത്ഭുതമായി. അപ്പോൾ ഈ റിപ്പോർട്ട്സ് ഞാൻ വായിക്കുമ്പോൾ കാണുന്ന കാഴ്ച സത്യമായും ഞാൻ ഏറ്റുപറയാണ്, എൻ്റെ തീസിസ് അല്ല. കാരണം ആ തീസിസിനെ കുറിച്ച് ലണ്ടനിലെ ബർമിംഗ്ഹാം യൂണിവേഴ്സിറ്റിയിലാണ് അത് എബ്രോഡ് പോയത്. എൻ്റെ ഗൈഡ് എന്നോട് ചോദിച്ചു, നീ ആരെ പിടിച്ചിട്ട് അങ്ങോട്ട് വിട്ടേന്ന് ചോദിച്ചു. ആരാ നിനക്ക് വേണ്ടി യൂണിവേഴ്സിറ്റിയിൽ സംസാരിച്ചത് എന്ന് എൻ്റെ ഗൈഡ് ചോദിച്ചു ഈ കാര്യങ്ങളെല്ലാം ഇങ്ങനെ നടന്നപ്പോൾ. എന്നിട്ട് ബർമിംഗ്ഹാം യൂണിവേഴ്സിറ്റിയിൽ ഇവാലുവേഷൻ നടത്തിയ പ്രൊഫസർ പറയുക, അപ്രിസിയേഷൻ നോട്ടാണ് ശരിക്കും പറഞ്ഞാൽ റിപ്പോർട്ട് പോലെ എഴുതിയത്. ഇത് ഇന്ത്യൻ പെർസ്പെക്റ്റീവിൽ ഇതൊരു പുതിയ സ്റ്റഡിയാണ്, വെസ്റ്റേൺ യൂണിവേഴ്സിറ്റികൾ ഇത് റെക്കമെൻഡ് ചെയ്യണം. അതുപോലെ തന്നെ ഈ തീസിസിൽ 3 ഇവാലുവേറ്റേഴ്സിൻ്റെ അടുത്തുനിന്ന് ഒരു കറക്ഷൻ പോലും ഇല്ലാതെ അമ്മയാണ് ആ തീസിസ് നോക്കിയത്, അമ്മയാണ് ആ തീസിസ് എഴുതിയത്. അല്ലെങ്കിൽ എന്നെക്കൊണ്ട് എങ്ങനെ സാധിക്കും അത്? അങ്ങനെ ഒരു കറക്ഷൻ പോലും ഇല്ലാതെയാണ് ആ തീസിസ് വന്നത്. അങ്ങനെ രാജ്കോട്ട് യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസറും ഒക്കെ അപ്രിസിയേഷനോടുകൂടിയാണ് ആ തീസിസിനെ പറ്റി പറഞ്ഞത്. ഇതാണ് എൻ്റെ സാക്ഷ്യത്തിൻ്റെ ആദ്യത്തെ ഭാഗം. പിന്നെ എനിക്ക്
അമ്മയെ ഞാൻ നേരിട്ട് കണ്ടു. ഞാൻ ഒരു ദിവസം അമ്മയോട് പറഞ്ഞു, ഉടമ്പടി ആദ്യത്തെ പുതുക്കൽ കഴിഞ്ഞപ്പോൾ അമ്മയോട് ഞാൻ പറഞ്ഞു, അമ്മ എനിക്ക് അമ്മയെ കാണാൻ ആഗ്രഹമുണ്ട്, പക്ഷേ എനിക്കതിനുള്ള യോഗ്യത ഇല്ലായിരിക്കും. അമ്മയെ എനിക്ക് കാണാൻ പറ്റുമെങ്കിൽ എനിക്ക് സന്തോഷമാണെന്ന് മാത്രം പറഞ്ഞു. അപ്പോൾ ഞാൻ അന്ന് വൈകുന്നേരം കാണുന്ന കാഴ്ച, എൻ്റെ അമ്മ അപ്പോൾ നാട്ടിലില്ല. എൻ്റെ അമ്മ വന്ന് ഞാൻ കിടന്നിരുന്ന കട്ടിലിൻ്റെ തലയ്ക്ക് വന്നിട്ട് കൊണ്ട് നിന്നെ കാണാനാണ് ഞാൻ വന്നേ. വീണ്ടും കയറി വന്നിട്ട് കൊണ്ട് നിന്നെ കാണാൻ മാത്രം ഞാൻ ഇങ്ങോട്ട് കയറി വന്നേന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ വിചാരിച്ചു എൻ്റെ അമ്മ ഇവിടെ ഇല്ലല്ലോ എന്ന് വിചാരിച്ച് പെട്ടെന്ന് ഇരിക്കുമ്പോൾ ഒരു നീല വെളിച്ചം എൻ്റെ മുഖത്തേക്ക് വരികയും ഒരു മിന്നുന്ന നക്ഷത്രങ്ങൾക്കിടയിൽ നിന്ന് ഈ അമ്മ, കൃപാസനത്തിൻ്റെ അമ്മ എൻ്റെ മുന്നിൽ വന്ന് എൻ്റെ നോക്കി ചിരിച്ചു കാണിച്ചു. പിന്നെ ഞാൻ വീണ്ടും അമ്മയെ കണ്ടു. അമ്മ എൻ്റെ അടുത്ത് വന്ന് എനിക്ക് കൊന്ത തന്നു. ഞാൻ എഴുന്നേറ്റിരുന്ന ആ കൊന്ത മുഴുവൻ ചൊല്ലി പ്രാർത്ഥിച്ചു. അതേപോലെ തന്നെ ഓരോ സമയത്തും മേരി എന്നുള്ള പേരുള്ള ആളുകൾ വന്ന്, അതുപോലെ എൻ്റെ ആദ്യം ഞാൻ കൃപാസനം പത്രം കൊടുക്കുമ്പോൾ ഇപ്പം ഞാൻ പറ്റുന്ന എല്ലാ മാസങ്ങളും വരും. ഒരു 4 കെട്ട് 5 കെട്ട് ഇപ്പം 6 കെട്ട് പത്രമൊക്കെയാണ് സാധാരണയായിട്ട് വാങ്ങിക്കുന്നത്. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ ആദ്യത്തെ എൻ്റെ പത്രം അമ്മയാണ് വാങ്ങിച്ചതെന്നുള്ളത് എനിക്ക് മനസ്സിലായത്. ഞാൻ കൃപാസനത്തിൽ ഉടമ്പടി എടുത്തപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് സ്റ്റേറ്റസ് ഇഷ്യൂ ഉണ്ട്. ഞാനൊരു കോളേജ് അസിസ്റ്റൻറ്റ് പ്രൊഫസറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് ഞാൻ കരിയർ ബ്രേക്കിലായിരുന്നു. അപ്പോൾ ആ ഒരു സമയത്ത് ഞാൻ വിചാരിച്ചു അപ്പോൾ ലീവാ, അപ്പം പത്രം കൊടുക്കാൻ വേണ്ടി പത്രം എടുത്ത് കുമ്പസാരിക്കാമെന്ന് വിചാരിച്ചിട്ട് പോവാം അടുത്ത ആഴ്ച. അപ്പം അങ്ങനെ പോകുമ്പോൾ ഈ പത്രം കൊടുക്കാൻ എനിക്ക് ഭയങ്കര മടിയാണ്. പാലായിലൊക്കെ ഞാൻ പഠിപ്പിക്കുന്ന കോളേജിലൊക്കെയുള്ള പിള്ളേർ, അവരുടെ പേരൻസൊക്കെ കാണും. അവരൊക്കെ ആണെങ്കിൽ ഞാനിങ്ങനെ പത്രം കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഈ ടീച്ചർ എന്നാ കാണിക്കുവാന്നൊക്കെ ഓർക്കും എന്ന് പറയുന്നത്. പക്ഷേ എന്നാലും ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മേ ഈ പിന്നെ കൊള്ളത്തില്ലാത്ത ചിന്ത എനിക്ക് വേണ്ട. ഞാൻ അമ്മയുടെ മോളല്ലേ, ഇപ്പം മുതൽ ഞാൻ ഇനി പത്രം കൊടുക്കും. എനിക്ക് പത്രം എല്ലായിടത്തും കൊടുക്കണം, എല്ലാവരോടും പറയും വേണം, എനിക്ക് എൻ്റെ സ്റ്റുഡൻസിനോട് എല്ലാവരോടും പറയണം അമ്മയുടെ കാര്യം എന്ന് പറഞ്ഞു. അങ്ങനെ പോയപ്പോഴേക്ക് പെട്ടെന്ന് ബസ്സിൽ കയറുമ്പം ഒരു നീല ബസ്സായിരുന്നു. നീല ബസ്സിൻ്റെ പുറകിൽ, ഡ്രൈവർ സീറ്റിൻ്റെ പുറകിൽ അമ്മയുടെ വലിയൊരു ഫോട്ടോ. അപ്പോൾ ഞാൻ പോയി ഇരുന്ന ഒരു ചേച്ചിയുടെ അടുത്താണ്. ആ ചേച്ചി വലിയ മൈൻഡൊന്നും ഇല്ലാതിരിക്കുമായിരുന്നു. അപ്പോൾ ഞാൻ ചോദിച്ചു, ഞാൻ ഇച്ചിരി നേരം കഴിഞ്ഞപ്പം ചേച്ചി ഒരു പള്ളിയുടെ അടുത്ത് വന്നപ്പോൾ കുരിശ് വരച്ചപ്പോൾ ഞാൻ ചേച്ചി വഴക്ക് പറയത്തില്ലായിരിക്കും, ചേച്ചി ഞാനൊരു കൃപാസനം പത്രം തന്നോട്ടെ എന്ന് ചോദിച്ചു. അപ്പോൾ ചേച്ചി പെട്ടെന്ന് തിരിഞ്ഞിട്ട് പിന്നീട് ആ മുഖം കണ്ണുകൾക്കൊക്കെ ഭയങ്കര പവറായിരുന്നു. അപ്പോൾ എന്നോട് ചോദിച്ചു, മോളെ ഒരു നിവൃത്തിയില്ലതായപ്പോഴല്ലേ നീ കൃപാസനത്തിൽ പോയി ഉടമ്പടി എടുത്തതെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു അതെ, പക്ഷേ ഇപ്പം എനിക്ക് നല്ല വിശ്വാസമാണ് എന്ന് പറഞ്ഞു. അപ്പം അതിനുശേഷം ഞാൻ കുമ്പസാരിക്കാൻ പോവുകയാണെന്നൊന്നും പറഞ്ഞിരുന്നില്ല. ചില കാര്യങ്ങൾ തെറ്റാണെന്ന് എനിക്ക് ഒരു അവയർനെസ്സും ഇല്ലാത്ത 1-2 കാര്യങ്ങളെക്കുറിച്ച് എൻ്റെ സ്വഭാവമായിട്ട് ബന്ധപ്പെട്ട് അതൊരു തെറ്റാന്ന്. അതിൽ നമ്മൾ ചില ഇടപെടലുകളൊക്കെ, അപ്പം ഞാൻ ഓർത്തു അത് തെറ്റാന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു. അപ്പോൾ എന്നോട് ഇങ്ങനെ ഉദാഹരണ സഹിതം ഓരോ കാര്യം പറഞ്ഞു തരുമോ ആ സ്ത്രീ. അവരെന്തിനാ എന്നോടത് പറഞ്ഞു എനിക്കറിയില്ല. എനിക്ക് അവരുടെ അടുത്തൊന്ന് എഴുന്നേറ്റ് പോകാൻ പോലും പറ്റുന്നില്ലായിരുന്നു. അവസാനം ബസ് നിർത്തിയപ്പം പിന്നെ വലിയ പ്രയാസപ്പെട്ടാണ് ഞാൻ ഇറങ്ങിപ്പോന്നേ. അപ്പോൾ എനിക്ക് കുമ്പസാരിക്കാൻ പോയപ്പോൾ കുറച്ച് പാപം കൂടെ കിട്ടി, പറയാനായിട്ട് പറ്റി. അതും ഏറ്റു പറഞ്ഞു. അങ്ങനെ അമ്മ എൻ്റെ ജീവിതത്തിൽ എന്നെ അനുദിനം, എനിക്കിപ്പോൾ ഉറപ്പായിട്ടും അറിയാം, അനുദിനം എന്നെ പിന്തുടർന്നല്ലേ, എൻ്റെ മുന്നിൽ പോയി എന്നെ കൈ പിടിച്ച്, എനിക്ക് എൻ്റെ അമ്മ ചെയ്യാത്തതായിട്ട് ഇനി ഒന്നും എൻ്റെ ജീവിതത്തിൽ ചെയ്തു തരാത്തായിട്ട് ഒന്നും വേണ്ട, അമ്മ ആഗ്രഹിക്കാത്തായിട്ട് ഇനി ഒന്നും നടക്കില്ല. എൻ്റെ തലമുറകൾക്ക് വേണ്ടി ഞാൻ ഈ സന്നിധിയിൽ നിന്ന് പ്രാർത്ഥിക്കുകയാണ്. എൻ്റെ മക്കളും ഞങ്ങളുടെ തലമുറയും അനുഗ്രഹിക്കപ്പെടാൻ, നിത്യതയിലേക്ക് നോക്കി ജീവിക്കാൻ, അതുപോലെ തന്നെ അമ്മയുടെ പ്രത്യക്ഷീകരണ സാക്ഷികളാക്കി ഞങ്ങളെ, എൻ്റെ കുടുംബത്തെ എല്ലാവരും നിലനിർത്താൻ വേണ്ടിയിട്ടാണ് പ്രാർത്ഥിക്കുന്നത്. ഒരു പ്രാർത്ഥന മാത്രമേ ഇപ്പോൾ ഉള്ളൂ. കാരണം എനിക്ക് ആ ജ്ഞാനം, പരിശുദ്ധാത്മാവിൻ്റെ ജ്ഞാനം കിട്ടുമ്പോൾ തീർച്ചയായിട്ടും എല്ലാ അനുഗ്രഹങ്ങളും കൃപകളും അമ്മ എനിക്ക് തരും. അമ്മ വഴിയായിട്ട് ഈശോ എനിക്ക് തരും. എനിക്ക് ഈശോയുമായിട്ടും വളരെ ഒരു അടുത്ത സ്നേഹബന്ധമുണ്ട്. എൻ്റെ കോളേജ് ടൈമിലൊക്കെ എനിക്ക് ഈശോയോട് ഭയങ്കര പ്രണയമായിരുന്നു. പക്ഷേ അതിനുശേഷം ഞാൻ കുറച്ച് ഡിറ്റാച്ച്ഡ് ആയിപ്പോയി. പിന്നെ കുറേ ലോജിക്കൽ തിങ്കിങ് ഒക്കെ കൂടിപ്പോയിട്ട് ഞാൻ അതൊക്കെ ഈശോയിൽ നിന്ന് മാറി നടന്നു. പക്ഷെ എൻ്റെ ഉള്ളിലുള്ള ആ ഒരു ഹുക്ക് എവിടെ തന്നെ ഉണ്ടായിരുന്നു. പിന്നീട് ആയപ്പോഴേക്ക് ഈ ഉടമ്പടി എടുത്ത ശേഷം എനിക്ക് ഉണ്ണീശോയുടെ സാന്നിധ്യവും ഉണ്ണീശോ എന്നെ വിളിക്കുന്നതും എൻ്റെ ചുറ്റും നടക്കുന്നതും ഒക്കെ എനിക്ക് അനുഭവപ്പെടാൻ തുടങ്ങി. ചിലപ്പോൾ വന്നിട്ട് എൻ്റെ കാല് വന്ന് കൊട്ടി, ചിലപ്പോൾ മരത്തിൻ്റെയൊക്കെ കുഞ്ഞ് ടോയ് പോലെ സാധനം വെച്ചിട്ട് എൻ്റെ നിറകം തലയിൽ വന്നിട്ട് കൊട്ടിയിട്ട് പോകും കിടക്കുമ്പം. അങ്ങനെയൊക്കെയുള്ളൊരു ഒത്തിരി അനുഭവങ്ങൾ, വളരെ ക്യൂട്ടായിട്ടുള്ള അനുഭവങ്ങളായിരിക്കും. ഭയങ്കര ഇഷ്ടമാണ് ഉണ്ണീശോയെ പറ്റി പറയാനും കേൾക്കാനും ഒക്കെ. അതെല്ലാം ഉണ്ട്. ഇപ്പം തന്നെയുമല്ല, ഞങ്ങളൊരു കുറേ വർഷങ്ങളായിട്ട് വാടക വീട്ടിലാണ് താമസിക്കുന്നത്. അപ്പോൾ
കാരണം ഞങ്ങൾ ജോലി സംബന്ധമായിട്ട് 20 വർഷത്തോളമായിട്ടൊരു വാടക വീട്ടിൽ താമസിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ ഞാൻ അമ്മയോട് പറഞ്ഞു, ഞങ്ങൾ താമസിക്കുന്ന വാടക വീട് ഞങ്ങൾക്ക് മാറാൻ പറ്റുന്നില്ല, അവിടെയൊക്കെ അപ്പടി ഭയങ്കര മോശമായിട്ട് പൊടിയൊക്കെ പിടിച്ച് ഞങ്ങൾക്ക് അലർജി അസുഖങ്ങളൊക്കെയാണ്. അപ്പോൾ അമ്മയോട് പറഞ്ഞു, അമ്മ എനിക്കൊരു നല്ല വീട്ടിൽ താമസിക്കണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ എനിക്ക് നല്ലൊരു വാടക വീട് പെട്ടെന്ന് തരാമോ എന്ന് ചോദിച്ചു. അപ്പോൾ ഒരു ദിവസം ഞാൻ കാണുന്നത്, ഞങ്ങൾ താമസിക്കുന്ന വാടക വീടിന് ചുറ്റും നടന്ന അമ്മ ഉപ്പിടുന്നതായിട്ടാണ് കാണുന്നത്. അങ്ങനെ ഉപ്പിട്ട് നടക്കുന്ന ഒരു കാഴ്ച കണ്ടു. അതിനുശേഷം എൻ്റെ ഹസ്ബൻഡ് പെട്ടെന്ന് പറയുക, അവിടെ തൊട്ടപ്പുറത്തെ സ്ഥലം നമുക്ക് വാങ്ങിക്കാം, ഇപ്പോൾ ഞങ്ങൾക്ക് വീടിൻ്റെ ഒരു പ്ലാനായി. ഇനി ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മ ഡിസൈൻ ചെയ്യുന്ന അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ട വീട് എനിക്ക് തരണം. ഇതാണ് ഇപ്പോൾ വീടിനെ കുറിച്ചുള്ള പ്രാർത്ഥന. പ്രേക്ഷിത പ്രവർത്തനം, ഞാൻ പത്രം കൊടുക്കുന്നത്, പത്രം ഞാൻ സാധാരണയായിട്ട് ബസ്സിൽ കയറും, പുറകിൽ കൂടെ കയറിയും, പിന്നെ KSRTC ബസ്സിലൊക്കെയാലും പുറകിൽ കൂടെ കയറിയിട്ട് ഇങ്ങനെ എല്ലാവർക്കും കൊടുക്കും. ഓട്ടോ സ്റ്റാൻഡിലും ബസ് സ്റ്റാൻഡിലോ അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ പൊതുവെ എല്ലാവരും ക്രൈസ്തവരും കൂടെ ഉള്ള ഇടങ്ങൾ തന്നെ ചൂസ് ചെയ്തിട്ട് കൊടുക്കാനായിട്ട് ശ്രമിക്കാറുണ്ട്. പത്രം കൊടുക്കുമ്പോൾ അതുപോലെ തന്നെ പത്രത്തിൻ്റെ കൂടെ ഞാൻ കുറച്ച് കാശ് രൂപമൊക്കെ വെച്ചേക്കും. അപ്പോൾ ചില അമ്മച്ചിമാരൊക്കെ ആണെങ്കിലും ഓരോന്നൊക്കെ ഇങ്ങനെ, മാതാവിനെക്കുറിച്ച് ഞങ്ങൾക്ക് പോകാൻ പറ്റത്തില്ല മോളെ അവിടെ എന്നൊക്കെ പറയുമ്പോൾ ഞാനിങ്ങനെ എൻ്റെ കാര്യം പറയാം, അല്ലെങ്കിൽ ഞാൻ അമ്മച്ചിമാർക്ക് പത്രത്തിലെ കാര്യം പറയും, എന്നിട്ട് ഈ കാശ് രൂപം കൊടുക്കും. അങ്ങനെ ചെയ്യാറുണ്ട്. പിന്നെ കാരുണ്യ പ്രവൃത്തികൾ ചെയ്യുന്നത് സാധാരണയായിട്ട് ഞാൻ ടൗണിൽ കൂടെയൊക്കെ ഇങ്ങനെ നടന്ന് പോവുകയൊക്കെ ചെയ്യുമ്പോഴാണെങ്കിലും ചിലപ്പോൾ പൊതിച്ചോറ് വീട്ടിൽ നിന്ന് കൊണ്ട് കൊടുത്തിട്ടുണ്ട്, എന്നാൽ അതിനേക്കാളും കൂടുതൽ ചിലപ്പോൾ വന്നിട്ട് ആളുകൾ നമ്മളോട് എന്തെങ്കിലുമൊക്കെ ചോദിക്കുകയൊക്കെ ചെയ്യുമ്പം അവർക്ക് പൈസ മാത്രമല്ല വിശക്കുന്നുണ്ടോ എന്ന് ചോദിക്കാനുള്ള ഒരു വിശക്കുന്നവന് ഭക്ഷണം കൊടുക്കുക എന്നുള്ള ഒരു വലിയ അനുഗ്രഹം ദൈവം എനിക്ക് തന്നു. അപ്പോൾ അവർക്ക് എന്നെ ഇഷ്ടമുള്ളതെന്ന് ചോദിച്ചിട്ട് വാങ്ങിച്ചു കൊടുക്കാൻ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. പിന്നെ ഇങ്ങനെ ഞാനവിടെ പാലായിലെ നിത്യാരാധന ചാപ്പലിൽ ഇപ്പോൾ ആലമ്പള്ളിയുടെ കുരിശുപള്ളിയുടെ സൈഡിലൊക്കെ ഒത്തിരി ചേച്ചിമാർ ഒത്തിരി സങ്കടപ്പെട്ടിട്ട് വയ്യാണ്ട് വെയിലത്ത് കാലൊക്കെ ആണെങ്കിലും ഇങ്ങനെ വ്രണമൊക്കെ ആയിട്ട് ഇരിക്കും. അപ്പോൾ അവരുടെ അടുത്ത് പോയി അവരുടെ കൂടെ ചേർന്നിരുന്നിട്ട് ആ നടയിൽ പോയിരുന്നിട്ട് അവർക്ക് ഉപ്പും തൈലമൊക്കെ പുരട്ടി കൊടുക്കാനും അവരെ ആശ്വസിപ്പിക്കാനും അവർ എന്നെ കെട്ടിപ്പിടിച്ചിരുന്ന് കരയുകയൊക്കെ ചെയ്യുമ്പോൾ ഞാനൊക്കെ എൻ്റെ അമ്മേ, ഞാൻ ആദ്യത്തെ ആ പത്രം കൊടുക്കാൻ വേണ്ടിയിട്ട് എന്തുമാത്രം ഒരു അഹങ്കാരമായിരുന്നു എനിക്കുണ്ടായിരുന്നു, അതെല്ലാം എൻ്റെ അമ്മ മാറ്റി എൻ്റെ ജീവിതത്തെ എനിക്ക് സത്യം പറഞ്ഞുകൊണ്ടല്ലോ എന്നെ ബെറ്റർ പേഴ്സൺ ആക്കി ഉടമ്പടി. എനിക്ക് കിട്ടുന്ന അനുഗ്രഹങ്ങളെക്കാളേറെ ഇപ്പം എനിക്കുണ്ടാകുന്ന റിഫൈൻമെൻറ്റാണ്, അതാണ് എന്നെ ഏറ്റവും കൂടുതൽ ആഹ്ലാദം ഉണ്ടാക്കുന്ന ഒരു കാര്യം. ഈശോനെ അനുഗ്രഹിക്കുന്ന എന്നെ ബെറ്റർ പേഴ്സൺ ആക്കി ഇനിയും എൻ്റെ അമ്മയെ പുറകോട്ട് പോകാതെ മുന്നോട്ട് തന്നെ അമ്മയുടെ മോളായിട്ട് ജീവിക്കാൻ എന്നെയും എൻ്റെ കുടുംബത്തെയും അനുഗ്രഹിക്കണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ സാക്ഷ്യം ഈ അൾത്താരയ്ക്ക് മുൻപാകെ ഞാൻ സമർപ്പിക്കുന്നു. ജോബിൻ്റെ പുസ്തകം 28-ാം അധ്യായം 27-ാം തിരുവചനം. അവിടുന്ന് ജ്ഞാനത്തെ ദർശിക്കുകയും പ്രഖ്യാപിക്കുകയും ചെയ്തു, അവിടുന്ന് അതിൻ്റെ ആഴം അളക്കുകയും മൂല്യം നിർണയിക്കുകയും ചെയ്തു. ഡോക്ടർ ഷീന ജോർജ് സഹോദരിയുടെ വലിയ പ്രത്യക്ഷീകരണ സാക്ഷ്യമാണ് ഇവിടെ ഏറ്റുപറഞ്ഞത്. പരിശുദ്ധ അമ്മയ്ക്ക് മാത്രമേ എനിക്ക് വേണ്ടി നിലകൊള്ളാനും എന്നെ സഹായിക്കുവാനും സാധിക്കുകയുള്ളൂ എന്ന് വളരെ വ്യക്തമായി പറഞ്ഞ ഒരു സാക്ഷ്യമാണിത്. ഈ ഡോക്ടറിൻ്റെ സാക്ഷ്യത്തിൽ നമുക്ക് മനസ്സിലാക്കുന്നത് ഇതൊരു എയർലിഫ്റ്റഡ് സാക്ഷ്യമാണ്. ഈ മരിയൻ ഉടമ്പടിയുടെ എല്ലാ ഫീച്ചേഴ്സും ഇതിനെ തൊട്ടുരുമി പോകുന്ന ഒരു നല്ല സാക്ഷ്യമായി നമുക്കിതിനെ വിലയിരുത്താവുന്നതാണ്. അമ്മയുടെ സാമീപ്യവും കൃത്യമായി വളരെ ലോജിക്ക് തിങ്കിങ് ഉള്ള ഒരു വ്യക്തി നേർച്ച വസ്തുക്കളുടെ ഉപയോഗത്തിലൂടെ പരിശുദ്ധ അമ്മയുടെ സാമീപ്യവും അമ്മയുടെ സ്പർശനവും അനുഭവിക്കാൻ സാധിച്ചതും സമയച്ചുരുക്കത്തിലൂടെ 8 വർഷത്തിലധികം പരിശ്രമിച്ചിട്ട് വെറും 1 വർഷം കൊണ്ട് എല്ലാം സാധ്യമായ തൻ്റെ PhD തീസിസ് പ്രസൻറ്റ് ചെയ്യുവാനും അതിൻ്റെ വലിയ ഒരു അംഗീകാരം ലണ്ടൻ യൂണിവേഴ്സിറ്റിയിൽ നിന്നുള്ള ഒരു സർ എഴുന്നേറ്റ് നിന്ന് കൈയടിച്ച ഒരു തീസിസായിരുന്നു അത്. അപ്രതീക്ഷിതമായി ഇനി എൻ്റെ എല്ലാം അവസാനിച്ചു, ഇനി എനിക്ക് യാതൊരു യോഗ്യതയുമില്ല, ഞാനൊരു ഡോക്ടറേറ്റ് കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കില്ല എന്നെല്ലാം അവസാനിപ്പിച്ച ക്യാൻസൽ ചെയ്ത ഒരു തീസിസിനെയാണ്, ഒരു PhD ആണ് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ ഈ അമ്മ ഉടമ്പടി എടുത്തപ്പോൾ ഈ മകളെ എടുത്തുയർത്തിക്കൊണ്ട് ഇവിടെ ഇയാൾ തറയിൽ നിൽക്കാൻ ഈ മകളെ സഹായിച്ചിരിക്കുന്നത്. അമ്മ തന്നെ വിളിക്കുകയായിരുന്നു, ഷീനെ 5 മണിയായി, ഷീനെ കൃപാസനത്തിലേക്ക് പോകാം. എൻ്റെ പിതാവിനാൽ ആകർഷിക്കപ്പെടാത്തവരാരും തന്നെ എൻ്റെ അടുത്ത് വരുന്നില്ല എന്ന് ഈശോ പറയുന്നുണ്ട്. അങ്ങനെ ഉണ്ണീശോയുള്ള പ്രത്യേക സ്നേഹം കൊണ്ട് തന്നെ പരിശുദ്ധ അമ്മയുടെ ആലയത്തിൽ വരാൻ ഈ മകൾക്ക് ഷീനയ്ക്ക് സാധിച്ചതായി ഈ മകൾ ഏറ്റുപറയുകയാണ്.
എത്ര തന്നെ ഗൈഡ് ഹരാസ് ചെയ്തു, അതെല്ലാം ഒരു ദൈവാനുഭവമായി. തൻ്റെ അഹങ്കാരത്തിൻ്റെ കൊമ്പൊടിഞ്ഞ് ദൈവത്തിൻ്റെ ആ കൊമ്പ് ഉയർന്നു നിൽക്കാൻ, ഒരു ദൈവമഹത്വം തൻ്റെ ജീവിതത്തിൽ പ്രകടമാകുവാനുള്ള ഒരു വലിയ സാഹചര്യമായിരുന്നു ഇക്കാലം അത്രയും തനിക്കുണ്ടായ ഒരു അപമാനത്തിൻ്റെയും അഹങ്കാരത്തിൻ്റെയും. മറ്റുള്ളവരെല്ലാം തന്നെ തള്ളിക്കളഞ്ഞ് തിരസ്കരിച്ചപ്പോഴെല്ലാം എനിക്ക് വേണ്ടി നിലകൊണ്ട ഒരു ദൈവം. അതുകൊണ്ടാണ് ഇന്ന് എത്ര പാവപ്പെട്ടവരിലേക്കും ഇറങ്ങിച്ചെന്ന് അവിടെ അവരെ കെട്ടിപ്പിടിക്കാനും അവർക്ക് ആശ്വാസം നൽകി, അവർക്ക് തൈലം പൂശി കൊടുത്ത്, അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച്, അവർക്ക് വേണ്ടി ഭക്ഷണം നൽകിയെല്ലാം വളരെ സ്നേഹത്തോടെ പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാം അവർക്ക് പത്രം നൽകാനും വിശ്വാസ കൈമാറ്റം നടത്തുവാനും എല്ലാം സാധിക്കുന്നത്. നമ്മുടെ ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ ഉടമ്പടി ധ്യാനങ്ങളൊരു മനോഹരമായ പ്രാർത്ഥന നമ്മെ കൊണ്ട് ഏറ്റുപറയിക്കുമായിരുന്നു. കർത്താവായി ദൈവമേ, ഉടമ്പടി ജീവിതത്തിൽ അങ്ങയോട് കാണിക്കേണ്ട ദൈവസ്നേഹത്തിന് ഉപോൽപ്പന്നമായ അഭിഷേകം നൽകണമെന്ന്. ഇന്ന് ഡോക്ടർ ഷീനയ്ക്ക് നൽകിയിരിക്കുന്നത് വലിയൊരു അഭിഷേകമാണ്. നമ്മുടെ എല്ലാം പഠനങ്ങളെയും പരിശ്രമങ്ങളെയും എല്ലാം ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നമുക്ക് കാഴ്ചവെക്കുന്നതോടൊപ്പം പരിശുദ്ധ അമ്മ നമ്മുടെ ജീവിതത്തിൽ ഇടപെടട്ടെ എന്ന് നമുക്കെല്ലാവർക്കും ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഷീനയ്ക്ക് നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഒരു നല്ല കയ്യടിയോടെ ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്ക് സാക്ഷ്യം സമർപ്പിക്കും. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.